നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് ബാങ്ക് നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു മൊമെന്റം വന്നതിന് ശേഷം പിന്നെ ഒരു സൈഡ് വൈസ് ഒരു മൊമെന്റ് ആണ്. മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി ആയാലും ഹയർ ലെവല് റെസിസ്റ്റൻസിന്റെ അടുത്താണ് നിഫ്റ്റി സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ കഴിഞ്ഞ ദിവസം റെസിസ്റ്റൻസ് ഏരിയ കാണിച്ചു തന്നിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അലേർട്ട് ആകാനും പറഞ്ഞിരുന്നു. നിഫ്റ്റിയിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിട്ടുള്ള റേഞ്ചിലായിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. നമുക്ക് റൈറ്റ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാനാണ് സൂചിപ്പിച്ചിരുന്നത്. തുടക്കത്തിൽ ഒരു ഫാള് വന്ന് അതേപോലെ തന്നെ തിരിച്ചു കയറി ഒരു വോളറ്റൈൽ മൂവ്മെന്റ് ആയിരുന്നു നിഫ്റ്റി എന്ന് കണ്ടിരുന്നത്. തുടക്കത്തിൽ ആ ഒരു ഓപ്പണിംഗ് സെറ്റപ്പ് ഒക്കെ ഹൈലി ഒരു വോളറ്റൈൽ ആയിരുന്നു. നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 22,405 ഇതാണ് നമ്മൾ റൈറ്റ് സപ്പോർട്ട് നൽകിയിരുന്നത്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് നിഫ്റ്റി ഒന്ന് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. 405 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 22,440 മുകളിലേക്ക് നിലനിർത്തിയാലാണ് നിഫ്റ്റിയിലായാലും ആ ഒരു മൊമെന്റം മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പൊ നിഫ്റ്റിയിലും ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്ത് ഈ റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ നോക്കിയെങ്കിലും സാധിച്ചിരുന്നില്ല. ഫാള് ആക്റ്റീവ് ആയിരുന്നു. അതിനുശേഷം മുകളിലേക്ക് അവസാനത്തെ ഒരു സെക്ഷനിൽ മുകളിലോട്ട് തിരിച്ചു കയറിയെങ്കിലും നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, തിരിച്ച് ബൗൺസ് ചെയ്തെങ്കിലും നിഫ്റ്റി സൈഡിലൊന്നും ഒട്ടും പ്രീമിയം ഉണ്ടായിരുന്നില്ല. മൊമെന്റം വളരെ കുറവായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ്. ചില വീക്കിലായാലും സൈഡ് ആയാലും ഡബിൾ പ്രീമിയം ആണ്. സൈഡ് ഓൾമോസ്റ്റ് ദിവസങ്ങളിലും ഡിസ്കൗണ്ട് റേറ്റിലാണ് സൈഡ് ട്രേഡ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ റിസ്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് സിംഗിൾ ക്യാൻഡിലുമേ തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സിംഗിൾ ക്യാൻഡിലുമേ റിസ്ക് എടുത്തുകൊണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ചെറിയൊരു ക്വാണ്ടിറ്റിയിലായാലും ഇപ്പോഴത്തെ ഒരു മൊമെന്റം കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ, അതായത് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് വർക്ക് ചെയ്ത് നോക്കുക. ബാങ്ക് നിഫ്റ്റിയിലും 47,720 റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 47,710 ആ ഒരു റേഞ്ച് വരെയാണ് ബാങ്ക് നിഫ്റ്റി ഹൈ വന്നിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ ഹൈയുടെ മുകളിലാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ മുകളിലേക്കും ബാങ്ക് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം ഒരു സൈഡ് വേസ് ഒരു മൊമെന്റ് ആണ് മാർക്കറ്റിൽ നിലനിർത്തിയിരുന്നത്. രാവിലത്തെ ഒരു സെക്ഷൻ 47,450 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിഫ്റ്റിയിലായാലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 22,405 സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്നൊരു ഓപ്പണിംഗ് വന്നാൽ കൂടുതൽ വീക്ക്നെസ് ആണ് 22,405. ഇതാണ് സപ്പോർട്ടായിട്ട് നിലനിർത്തേണ്ടത്. അപ്പൊ അതിനുശേഷം നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത് ലോവർ ലെവല് 22,305, 330. ഇപ്പൊ 305 ഹോൾഡ് ചെയ്തുകൊണ്ട് 330 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇതാണ് ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്. പിന്നെ അതിനുശേഷം ലോവർ ലെവലിൽ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ടുകൾ ഉണ്ട്. 22,200 താഴെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു 200 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 22,175 സപ്പോർട്ടാണ്. അതായത് അതിന് താഴെ സപ്പോർട്ടുകളുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലുകൾ കാണുന്നത് ഈ ഒരു ലെവലിന്റെ അടുത്താണ്. സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ കാണുന്നത് 175 സപ്പോർട്ടാണ്, 150 സപ്പോർട്ടാണ്. പക്ഷേ ഈ സപ്പോർട്ടുകളൊക്കെ ബൈ എടുക്കേണ്ടത് ഈ ഒരു സപ്പോർട്ടിൽ നിന്നൊക്കെ ഇൻ കേസ് താഴത്തേക്ക് വന്നുള്ള സിറ്റുവേഷൻ ആണ് പറയുന്നത്. 175 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 200 മുകളിലേക്ക് 22,200 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയതായാലും 300, 330 ഒരു സപ്പോർട്ട് റേഞ്ച് ആണ്. 305, 330 ഒരു സപ്പോർട്ട് റേഞ്ച് ആണ്. ഇത് ഹോൾഡ് ചെയ്ത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 305 സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ്, ഇതിന്റെ ഒരു താഴെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ മാർക്കറ്റ് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ സംഭവിക്കും. അടുത്തൊരു സപ്പോർട്ട് ലെവൽ വരെ 200 താഴത്തേക്ക് നിഫ്റ്റി ടെസ്റ്റ് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,405 സപ്പോർട്ടിന്റെ താഴെയാണെങ്കിലും വീക്ക്നെസ് ആണ്.
പക്ഷെ സപ്പോർട്ടിന്റെ മുകളിലാണെങ്കിൽ സപ്പോർട്ടിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. സപ്പോർട്ടിന്റെ ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകരുത്. സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഹയർ ലെവൽ റെസിസ്റ്റൻസ് കാണുന്നത് 22,475 റെസിസ്റ്റൻസ് ആണ്. 22,475 റെസിസ്റ്റൻസ്, 22,520 റെസിസ്റ്റൻസ്. അപ്പൊ 475 മുകളിലാണെങ്കിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ ശ്രദ്ധിക്കുക 520 റെസിസ്റ്റൻസ് ആകുമ്പോഴേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 520 മുകളിലും സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഒരു സെന്റിമെന്റിലാണ്. അപ്പൊ നിഫ്റ്റിയിലായാലും എക്സാക്ട് ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും 22,475 താഴെയാണെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ബൈർ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഇന്ന് എക്സാക്ട് ആയിട്ട് റെസിസ്റ്റൻസ് എക്സാക്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഇത് തന്നെയാണ്. റെസിസ്റ്റൻസ് 47,720 തന്നെയാണ്. അതായത് 700ന്റെ മുകളിലാണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പൊ 700ന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അഗ്രസീവായിട്ട് ബൈ എടുക്കാനായിട്ട് ശ്രമിക്കരുത്. ഷോർട്ട് സെല്ലാണ് സാധ്യത കൂടുതൽ ഈ റേഞ്ചിന് താഴെ. പക്ഷെ ഇതിനൊരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ലോവർ ലെവൽ സപ്പോർട്ട് കാണുന്നത് 47,000, അതിനുശേഷം 47,310 സപ്പോർട്ട് കാണുന്നുണ്ട്. തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അതായത് 100 പോയിന്റ് ഡിഫറൻസ് ഉള്ള സപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നത് സേഫ് ആവും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. 47,310 ശേഷം സപ്പോർട്ട് കാണുന്നത് 47,150 ആണ്. 47,150 ആണ് സപ്പോർട്ട് കാണുന്നത്. ഇൻ കേസ് ഓപ്പൺ ഈ ഒരു റേഞ്ചിൽ വേറെ പ്രത്യേകിച്ച് നല്ല ട്രേഡ് എടുക്കാനുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകാത്തത്. അപ്പൊ അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ മാനേജ് ചെയ്യുക. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് വരും ദിവസങ്ങളിൽ തരാം, അല്ലെങ്കിൽ വരും ആഴ്ചയിൽ തരാം. നമ്മളൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് ഇപ്പൊ ഇൻ കേസ് മാർക്കറ്റിൽ ഇപ്പോൾ വരും ദിവസങ്ങളായാലും മാർക്കറ്റിൽ എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് നൽകുന്നത്. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ സപ്പോർട്ടാണെങ്കിൽ ഹയർ ലെവല് ഇപ്പൊ ഇന്നത്തെ ഹൈ അല്ല, ഇന്നലത്തെ ഹൈ ആണ് സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പൊ അതിന്റെ ഒരു മുകളിൽ ബൈ ആണ്. അതിന്റെ ഒരു മുകളിൽ എപ്പോഴും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകാവുന്നതാണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിന്റെ അടുത്ത് താഴെ ഷോർട്ട് സെല്ലിന് തന്നെയാണ് സാധ്യത. ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവല് 21,080 ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് സപ്പോർട്ടാണ്. മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം, നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പം ഫിൻ നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ബൈക്ക് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. സപ്പോർട്ട് താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അതിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകൾ കമ്പനികൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.